വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ബാബുജീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമാണ്. പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും വായിൽ വെള്ളം വരുന്നതിൽ സത്യം പറയുക അടിപൊളി പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഇത് എന്താണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറോട് നമുക്ക് ചോദിക്കാം. ഹലോ സർ. ഇത് 4 ടൈപ്പ് മന്തിയാണ്. ഒന്ന് ക്രീമി, ഒന്ന് പെരിപ്പരി, ഒന്ന് ബാർബിക്യൂ, ഒരു കാന്താരി. കൂടാണ്ട് നമ്മുടെ 4 ടൈപ്പ് ഉണ്ട്. ടോട്ടൽ 9 ടൈപ്പ് നമ്മുടെ ഉണ്ട്. അപ്പോൾ മൊത്തം 9 ടൈപ്പ് മന്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? നമുക്ക് ഇപ്പോൾ പെരിപ്പരിയായി, ബാർബിക്യായി, കാന്താരിയായി. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഫുഡ് ട്രൈ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കിച്ചണിൽ കയറി കിച്ചണിലെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. ഫുഡ് എങ്ങനെ നമുക്ക് കുക്ക് ചെയ്ത് എങ്ങനെ നമ്മുടെ പ്ലേറ്റ് വരെ എത്തുന്നുള്ള ആ ഒരു ചെറിയൊരു വ്യൂ, ഒരു വിഷ്വലും കൂടെ കാണാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വേണ്ടി ഷെഫ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ, ഫ്രൈഡ് റൈസ്, പിന്നെ ഇവരുടെ ഒരു മെയിൻ ഐറ്റം ഉണ്ട്, അതാണ് മലേഷ്യൻ പൊറോട്ട. അത് ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, ബീഫുണ്ട്, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കണ്ടു. ഡ്രാഗൺ ചിക്കനൊക്കെ ഇല്ലേ ഉണ്ടാക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പം നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് നേരെ ടേബിളിൽ വന്നിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എത്തി. നമ്മൾ ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് ഡ്രാഗൺ ചിക്കനാണ് കേട്ടോ. അത് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ മാത്രമല്ല ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള മലേഷ്യൻ ചിക്കൻ പൊറോട്ട. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബീഫുണ്ട്, ചിക്കനുണ്ട്, എഗ്ഗുണ്ട്. ഞങ്ങൾ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഇത് ചൂടോടെ കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട്. പാത്തുകൂട്ടൻ അവിടുത്തെ ക്യാരറ്റൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു. അതിനുശേഷം അവളത് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് അത് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് ഒരു സിംഗിൾ പൊറോട്ട കഴിച്ചാൽ നമുക്ക് നല്ല ഒരാൾക്ക് ശരിക്കും ഫുൾ ഹെവി ആവും. എന്നെപ്പോലെ ഒരാൾക്കാണെങ്കിൽ അത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല. ഞങ്ങളത് ബാക്കി പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ നമുക്ക് ഒരു നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് സിംഗിൾ ഒരെണ്ണം കഴിച്ചാൽ നല്ല ഫുൾ ഹെവി ആവും. അത്ര അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് അവരുടെ ഡ്രാഗൺ ചിക്കനാണ്. ചിക്കൻ പ്രോട്ടീനാണ്, സ്റ്റിൽ ഡ്രാഗൺ ചിക്കൻ ഫ്രൈഡ് ആണ്. എന്നാലും പാത്തു തന്നെ അത് ഭയങ്കര ഇഷ്ടമായി. ഒരു ഫുഡ് കഴിയുമ്പോഴേക്കും അടുത്ത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഫുഡിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ്, ബാബുജീസ് മിക്സ് മൊയ്റ്റോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര കളേഴ്സ് അതിൽ മിക്സ് ആയിട്ടിരിക്കണേന്ന്. വൈറ്റ്, ബ്ലൂ, റെഡ്, യെല്ലോ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഒരാളുടെ കണ്ണ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് പാത്തുകൂട്ടം നല്ല കുടിച്ച് ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഷുഗർ ഉള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഷുഗർ ഇഷ്ടപ്പെടുന്നവർക്കാണ് അത് ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാൻ അത്ര ഷുഗർ കഴിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് ആ ഡ്രിങ്ക് പറ്റിയില്ല. പക്ഷേ ഷുഗർ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഒരു അടിപൊളി ഡ്രിങ്കാണ്, നല്ല ഫ്ലേവറാണ്. പിന്നെ ഇവിടുത്തെ മെനു കാണണം, ഭയങ്കര വൈഡ് റേഞ്ച് ഓഫ് മെനു ആണ് കേട്ടോ, ഒരുപാട് ഐറ്റംസ്. അപ്പം നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോണ എന്താണെന്നറിയോ, കല്യാണം കഴിഞ്ഞൊരു 15 വർഷമായെങ്കിലും ഹണിമൂൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഇവിടെ ഒരു സാധനമുണ്ട്. അതാണ് കണ്ടോ. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ട പോലെ 3 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ഉണ്ട്, പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റമാണിത്. നെക്സ്റ്റ് ഐറ്റം അറബിക് ഷവർമയാണ് കേട്ടോ. നമ്മൾ നോർമൽ ഷവർമ മാതിരിയല്ല, ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അറബിക് ഷവർമയുടെ ഒപ്പം ഡിപ്പായിട്ടൊരു ഫുൾ ബോൾ മൈനേസ് വന്നിട്ടുണ്ട്. മൈനേസ് ഞാൻ എടുത്തില്ല, ഞാൻ ജസ്റ്റ് ഷവർമ മാത്രം ടേസ്റ്റ് ചെയ്തു. നൈസായിരുന്നു. നല്ല ഭംഗിയിൽ അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം ലിമിറ്റഡ് സീറ്റുള്ള റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ലിമിറ്റഡ് സീറ്റാണെങ്കിലും അവരുടെ ഫുഡ് വെറൈറ്റി ഒരുപാടാണ്. ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. അതും വളരെ ടേസ്റ്റിൽ. അവിടുത്തെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് നമുക്കത് സെർവ് ചെയ്ത് തരും. പല ടൈപ്പ്, എനിക്ക് തോന്നുന്നു 11 വെറൈറ്റി അൽഫാം മന്തിയാണ്. 9 വെറൈറ്റിയിൽ അത്ര അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് അതിന് ഗ്രിൽ ഹൗസിലേക്കാണ്. അപ്പോൾ അവരുടെ സ്പെഷ്യൽ ഒരു ഷവർമ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഷവർമ മാസ്റ്റർ ഒരു ചിക്കൻ ചീസി ഷവർമയാണ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചെന്ന്. അടിപൊളിയായിരുന്നു. അപ്പോൾ അതും ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന അതും കണ്ടു. ये पेरी पेरी मसाला है, ये पेरी पेरी मसाला, ठीक है, अल्फाम में डालने का। हाँ, स्पाइसी पेरी पेरी मसाला, हाँ, ये वाला ऐसे ही डालना है। ആളൊരു ഓൾ റൗണ്ടറാണ് കേട്ടോ. അൽഫാം ഉണ്ടാക്കും, എല്ലാ സ്പെഷ്യൽ വെറൈറ്റീസും ഉണ്ടാക്കും, പ്ലസ് ഷേക്കും മൊയ്റ്റോയും ജ്യൂസും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പോൾ അടിപൊളി ജ്യൂസും ഷേക്കും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മുളന്തുരുത്തി കരട്ടക്കുരിശിലാണ്. ബാബുജീസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കേഴ്സ്. ഇവിടെ വേറൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു അടിപൊളി കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഒരു 19 കാറൊക്കെ വന്നാൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. 50 അല്ല, അതിന് മുകളിൽ കാറ് വന്നാലും ഈസി ആയിട്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഒരു അടിപൊളി ഹോളും കൂടി ഉണ്ട്. നിങ്ങളുടെ പാർട്ടീസൊക്കെ നടത്താൻ പറ്റിയിരിക്കണ ഹോൾ. റെസ്റ്റോറൻറ്റ് മുകളിൽ തന്നെയാണ് ഈ പാർട്ടി ഹോളും വരുന്നത്. ചെറിയ ചെറിയ പാർട്ടീസൊക്കെ നടത്താൻ പറ്റിയൊരു ഹോളാണ്. അപ്പോൾ ഒരു കിടിലം പാർട്ടി അറ്റൻഡ് ചെയ്യാനും ഞാൻ അവിടെ പോയിരുന്നു. ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. ചെറിയ ഡെക്കറേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ പറയുന്ന ഫുഡ് അവരവിടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തും തരും. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയതും പാർട്ടി നടത്താൻ പറ്റിയ ഒരു കിടിലം സ്പേസാണ്. അപ്പം നിങ്ങളുടെ പാർട്ടീസും അതുപോലെ ഫാമിലി ഡിന്നറും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡിന്നറിനൊക്കെ ഇനി ഒരുപാട് ദൂരം പോയി കാർ പാർക്കിംഗ് ഇല്ലാതെ വിഷമിക്കേണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സൂപ്പർ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബാബുജീസ് റെസ്റ്റോറൻറ്റ്. പാർട്ടി ഹോൾ ബുക്ക് ചെയ്യാനായിട്ട് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.